ഷോ ഈ മെഡിക്കൽ ബില്ലെല്ലാം കൂടി ഞാൻ ഇനിയിപ്പോൾ എങ്ങനെ അടച്ചു തീർക്കും? നിനക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലേ, പിന്നെന്താ? ഏയ് അതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല, എന്തായാലും എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ പോകും. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ സൂപ്പർ ടോപ്പ് അപ്പ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ സൂപ്പർ ടോപ്പ് അപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വലിയ മെഡിക്കൽ ബില്ലുകൾക്കുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ പോലെയാണ്. അപ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ നിന്നോ ഒരു സർട്ടൺ എമൗണ്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ആരംഭിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചിന്തിക്കാം, നിങ്ങളിപ്പോൾ ഒരു ഡിഡക്റ്റബിൾ ലിമിറ്റ് സെറ്റ് ചെയ്തു. എക്സാമ്പിൾ ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ. ഇനി നിങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ല് ഒരു 8 ലക്ഷം രൂപയാണെങ്കിൽ ഇവിടെ നമുക്ക് നിലവിലുള്ള ഇൻഷുറൻസ് പോളിസി ആദ്യത്തെ 5 ലക്ഷം രൂപ അടയ്ക്കും. ഇനി ബാക്കിയുള്ള 3 ലക്ഷം സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാന് കവർ ചെയ്യും. ഇനി എടുത്തേക്കുന്ന ഇൻഷുറൻസിന്റെ ലിമിറ്റ് അനുസരിച്ചാണ് ഇത് വരുന്നത്. ഇപ്പം നിങ്ങളുടെ ഇൻഷുറൻസ് ലിമിറ്റ് 20 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഡക്റ്റബിൾസ് അടച്ചു കഴിഞ്ഞാൽ പ്ലാൻ ബാക്കിയുള്ള എക്സ്പെൻസ് കവർ ചെയ്യും. അതുപോലെ തന്നെ വർഷം മുഴുവനും ഒന്നിലധികം ക്ലെയിം ഉൾക്കൊള്ളുന്നുണ്ട് ഇവിടെ. ഇനി നമുക്ക് നോക്കാം എന്തിനാണ് ഒരാൾക്ക് സൂപ്പർ ടോപ്പ് അപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഹ്യൂമുലേറ്റീവ് ഡിഡക്റ്റബിൾസ് ആണ്. അപ്പോൾ ഡിഡക്റ്റബിൾസ് ഓരോ വർഷത്തെ ടോട്ടൽ മെഡിക്കൽ എക്സ്പെൻസിനാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലാതെ ഓരോ ക്ലെയിമിനല്ല. അടുത്ത മൾട്ടിപ്പിൾ ഹോസ്പിറ്റലൈസേഷൻ കവർ. ഓരോ വർഷം ഡിഡക്റ്റബിൾസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം ക്ലെയിമുകൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് കുറഞ്ഞ പ്രീമിയത്തിൽ കൂടുതൽ കവറേജ് ആണ്. അതായത് നമുക്കിവിടെ ബേസ് ഹെൽത്ത് ഇൻഷുറൻസ് കൂട്ടുന്നതിനേക്കാളും കുറഞ്ഞ ചെലവിൽ നമുക്കിവിടെ കൂടുതൽ കവറേജ് ലഭിക്കും. ഇനി അടുത്ത ഹോസ്പിറ്റലൈസേഷന് മുമ്പും ശേഷമുള്ള കവറേജ്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലൈസേഷന് മുമ്പും ശേഷമുള്ള മെഡിക്കൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ഡേ കെയർ അതുപോലെ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ്സ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്ലാൻ അനുസരിച്ച് ആയുർവേദം, യുനാനി, സിദ്ധ അതുപോലെ ഹോമിയോപ്പതി ഉൾപ്പെടുന്നുണ്ട്. ഇനി അടുത്ത് ഡിഡക്റ്റബിൾ അതുപോലെ തന്നെ ഇൻഷുറൻസ് തുക നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിഡക്റ്റബിൾസ് അതുപോലെ ഇൻഷുർ ചെയ്ത തുകയും നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ഇനി അടുത്ത് ഇൻഡിപെൻഡന്റ് ഓഫ് ബേസ് ഇൻഷുറർ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ബേസ് ഇൻഷുററിന്റെ അടുത്ത് നിന്ന് വാങ്ങണമെന്നില്ല, ഇത് നിങ്ങൾക്ക് വേറെ ഏതൊരു ഇൻഷുററിന്റെ അടുത്ത് നിന്നാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അടുത്ത് എൻഹാൻസ് എംപ്ലോയർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കോർപ്പറേറ്റിന് ലഭിക്കുന്ന ഹെൽത്ത് പ്ലാനുകളെക്കാളും ഒരു എക്സ്ട്രാ കവറേജ്. ഇനി അടുത്ത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2 മുതൽ 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷമാണ് അവൈലബിൾ ആണ്. ഓരോ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. ഇനി അടുത്ത് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. അതായത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിൽ മുൻകൂർ പണം നൽകാതെ ചികിത്സ നമുക്ക് നേടാം. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫൈനാൻഷ്യൽ ബേർഡൻ ആവില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ഉറപ്പ് വരുത്തുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ താഴെ നിങ്ങൾ ഇൻഷുറൻസ് എന്ന് കമൻറ്റ് ചെയ്യുക.